അപ്പോൾ പ്രസംഗിക്കുമ്പോൾ മൈക്ക് എങ്ങനെ പിടിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. നമ്മൾ ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് മൈക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. അത് അവരുടെ പേടിയായിരിക്കാം, സ്റ്റേജ് ഫിയറൊക്കെ കാരണമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ക്ലോസ് ചെയ്ത് മൈക്ക് പിടിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു മുഖത്തിൻ്റെ ഈ ഒരു ഭാഗം കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കാണാത്ത രീതിയിലും അതുപോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തും പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ മൈക്ക് പിടിക്കേണ്ടത്? അതൊരു ചോദ്യം തന്നെയാണ്. സത്യത്തിൽ ഏത് കയ്യിൽ വേണമെങ്കിലും മൈക്ക് പിടിക്കാം. നമ്മുടെ ഈ ആക്ഷൻ നന്നായിട്ട് വരുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിൽ വലതിലോ ഇടതിലോ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഇതിൽ വേണമെങ്കിലും മൈക്ക് പിടിക്കാം. ചില ആളുകൾ മൈക്കിൻ്റെ അടിഭാഗത്താണ് പിടിക്കണം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മൈക്കിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്, അത് ഈ ഒരു ഓണും ഓഫ് ആകുന്ന ഭാഗമാണ്. അത് ശരിക്കും നമ്മളുടെ ഭാഗത്തേക്കാക്കി തിരിച്ച് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചുണ്ടിൻ്റെയും ഈ ഒരു താടിൻ്റെയും കുറച്ച് താഴ്ത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയാവും. നമ്മുടെ കൈയിൻ്റെ ആക്ഷൻസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മൈക്ക് പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാം. താങ്ക്